കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസന്തകം. അപ്പോൾ നമ്മൾ 84 ചെയ്തത്. അപ്പോൾ അതിലെന്താ പിന്നെന്താണ്, ആദ്യം അമ്മ കൈകൈ ഈ സന്തോഷമാവുമെന്ന് വിചാരിച്ചിട്ട് നീയാണ് രാജ്യം, നീ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന പറഞ്ഞപ്പോൾ വിചാരിച്ച റെസ്പോൺസൊന്നുമല്ല. ഭരതൻ വളരെ കഠിനമായിട്ട് അമ്മയെ അധിക്ഷേപിച്ചു. അത് കഴിഞ്ഞ് വളരെ സങ്കടപ്പെട്ട് പിന്നെ കൗസല്യയുടെ അവിടെ വന്നിട്ട് കൗസല്യയെ നമസ്കരിച്ചു. എന്നിട്ട് അപ്പോൾ വേഗം കൗസല്യ കണ്ണ് നിറഞ്ഞും കൊണ്ട് പറഞ്ഞു, മകനെ നീ അകലെയായിരുന്നപ്പോൾ ആണ് ഇവിടെ ഇതെല്ലാം സംഭവിച്ചത്. നിൻ്റെ അമ്മ ചെയ്തത് ഇതാണ്, പണിയാണതൊക്കെ. അമ്മ തന്നെ അമ്മേനെ എന്നോടെല്ലാം പറഞ്ഞുല്ലോ എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 85 വായിക്കാം. പുത്ര സഭാര്യോ വനമേവയാത സലക്ഷ്മണോ മേ രഘുരാമചന്ദ്ര ചീരാംബരോ ജടാകലാപ സന്ധ്യജമം ദുഃഖസമുദ്രമഗ്നം. പറയണേ പിന്നെ കൗസല്യേ സഭാര്യ സലക്ഷ്മണ രഘുരാമചന്ദ്ര പുത്ര. ഭാര്യയോടും ലക്ഷ്മണനോടും കൂടിയവനും പിന്നെയോ രഘുകുലത്തിൻ്റെ ചന്ദ്രനും ആയിട്ടുള്ള എൻ്റെ മകനായിട്ടുള്ള ശ്രീരാമൻ ചീരാംബരഹ വൽക്കലം, അതായത് മരവുരി ധരിച്ച് അത്രയോട് കൂടിയവനും മരവുരിയൊക്കെ ധരിച്ച് ജടാകലാപ ജടയൊക്കെ തലയൊക്കെ ജട പിടിപ്പിച്ച് ദുഃഖസമുദ്രമഗ്ന മാം സന്ധ്യജ എന്നെ ദുഃഖസമുദ്രത്തിൽ ആറാടിയിരിക്കുന്ന എന്നെ ഉപേക്ഷിച്ചിട്ട് വനമേവ യാത വനത്തിലേക്ക് പോയി. എന്താ പറയണേ, രഘുവംശത്തിൻ്റെ മുഴുവൻ ചന്ദ്രൻ, രഘുവംശത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ചന്ദ്രന് സമാനമായിട്ടുള്ള എൻ്റെ മകൻ ഭാര്യയായിട്ടുള്ള സീതയോടും ലക്ഷ്മണനോടും കൂടി കാട്ടിലേക്ക് പോകാനുള്ള വേഷഭൂഷാദികളൊക്കെ ധരിച്ച് തലമുടിയൊക്കെ ജടയാക്കി എന്നെ ദുഃഖസമുദ്രത്തിൽ മുക്കിയിട്ട് എന്നെ ഉപേക്ഷിച്ചത് ആ കാട്ടിലേക്ക് പോയി. പുത്ര സഭാര്യോ വനമേവയാത സലക്ഷ്മണോ മേ രഘുരാമചന്ദ്ര ചീരാംബരോ ബദ്ധജടാകലാപ സന്ധ്യഞ്ജമം ദുഃഖസമുദ്രമഗ്നം. ഹാ രാമ ഹാ മേ രഘുവംശനാഥ ജാതോസി മേ ത്വം പരത പരാത്മാ തഥാഭി ദുഃഖം ന ജഹാതി മാം വൈ വിധിർബലീയാനിതി മേ മനീഷ. പരതഃ പരാത്മാ, എല്ലാത്തിലും ഉത്കൃഷ്ടനായ പരമാത്മായ ത്വം നീ മേ ജാത അസി എനിക്ക് ജാതനായിരിക്കുന്നു. അതായത് പരമാത്മ ചൈതന്യം തന്നെ ദേഹം കൊണ്ട് വന്നതാണല്ലോ. തഥാപി എങ്കിലും അതെനിക്കറിയാം, ആ പരബ്രഹ്മം തന്നെ മായയിലത്തെ ഗുണം സ്വീകരിച്ച് എൻ്റെ മകനായി പിറന്നതാണെന്ന് എനിക്കറിയാം. എങ്കിലും ദുഃഖം മാം ന ജഹാതി, എനിക്ക് ദുഃഖം എന്നിട്ട് എനിക്ക് ദുഃഖം തോന്നുന്നു എന്ന് പറയാണ്. അതൊക്കെ എനിക്ക് അറിഞ്ഞിട്ട് എനിക്ക് ദുഃഖം തോന്നണം. അപ്പം നോക്കൂ, നമ്മുടെയൊക്കെ കഥ എന്താ അല്ലേ. ശരിക്കും ശ്രീരാമൻ ജനിച്ചപ്പോൾ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ പരമാത്മ ചൈതന്യം തന്നെ രൂപം പൂണ്ട് ശ്രീരാമചന്ദ്രനായിട്ടുള്ള തൻ്റെ മകനായി ജനിച്ചതെന്ന് അറിഞ്ഞിട്ട് പോലും ശ്രീരാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ദുഃഖിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അമ്മയായിട്ടുള്ള കൗസല്യയ്ക്ക്. അതാണ് പറയണത്, ദുഃഖം മാം ന ജഹാതി, ദുഃഖം എന്നെ ഉപേക്ഷിക്കണില്ല. മീൻസ് എനിക്ക് ദുഃഖം തോന്നുന്നു. വിധി ദൈവം ബലീയാൻ ബലവത്തരൻ ഇതിമേ മനീഷ എന്നാണ് എൻ്റെ നിശ്ചയം. നമുക്കൊക്കെ ശരിയാ തോന്നില്ലേ. ഹാ രാമ രഘുവംശത്തിൻ്റെ നാഥ എന്ന് പറയുകയാണ്, നീ എൻ്റെ പുത്രനാണ്. അതായത് പരമാത്മ ചൈതന്യം എൻ്റെ പുത്രനായിട്ട് ജനിച്ചിരിക്കുന്നു, എന്നിട്ടും എന്നെ ദുഃഖം വിട്ടുപിരിയില്ല. അതായത് ഈശ്വരൻ തന്നെ
അവതാരിച്ചേക്കാണ് എൻ്റെ വയറ്റിൽ. എന്നിട്ട് പോലും എനിക്ക് ദുഃഖം. ഈശ്വരൻ മകനായി പിറന്ന ഒരമ്മയാണ് ഞാൻ. ആ അമ്മയായിട്ട് പോലും എന്നെ ദുഃഖം വിട്ടുപിരിയണില്ലല്ലോ. അതുകൊണ്ട് ദൈവം തന്നെ മഹാബലവാൻ എന്ന് ഞാൻ നിശ്ചയിക്കുന്നു. അതായത് ദൈവനിശ്ചയത്തിന് മീതൊന്നുമില്ല എന്ന് പറയുകയാണ്. ദൈവനിശ്ചയത്തിന് മീതൊന്നുമില്ല. ഇതാണ് ദൈവനിശ്ചയം അനുഭവിച്ചേ നമുക്ക് പറ്റൂ. ദൈവം തന്നെ മകനായി ജനിച്ച കൗസല്യ ദുഃഖിക്കുന്നു. അപ്പോൾ ആ ദൈവബലത്തിൻ്റെ ദൈവേച്ഛയുടെ ഒരു ശക്തിയാണ് പറയണത്. എത്ര ഒരു അല്ലേ അതാണ് ദൈവം അതായത് ദുഃഖം ഇല്ലാതെയാക്കാൻ, അതായത് ദുഃഖത്തിന് ഒരിക്കലും ദുഃഖം എന്താണെന്ന് അറിയാത്ത ആളാണ് മകനായി ജനിച്ചിരിക്കണം. എന്നിട്ട് പോലും ആ അമ്മയ്ക്ക് ദുഃഖം അനുഭവപ്പെടും. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ദുഃഖം അനുഭവിച്ചേ കഴിയൂ എന്നാണ് ദൈവസങ്കല്പം വെച്ചാൽ അത് നമ്മൾ അനുഭവിച്ചേ തീരൂ. ദൈവേച്ഛ എന്താ വെച്ചാൽ അതാണ് പറയുമ്പോൾ ആലോചിച്ച് നോക്കല്ലേ. ശ്രീരാമൻ ദുഃഖം എന്നുള്ളതൊന്നും സച്ചിദാനന്ദാണ് മകനായി ജനിച്ചിരിക്കുന്നത്. സച്ചിദാനന്ദം സ്വരൂപം പൂണ്ട ആ ബ്രഹ്മാണ് കൗസല്യാദേവിയുടെ മകനായിട്ട് വയറ്റിൽ ജനിച്ചത്. എന്നിട്ട് പോലും കൗസല്യാദേവിക്ക് ദുഃഖം തോന്നുന്നു എങ്കിൽ ദൈവസങ്കല്പം എത്ര ബലവത്തരാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുമോ അല്ലേ? അതെനിക്ക് മനസ്സിലായി എന്ന് പറയണം. ദൈവസങ്കല്പം പോലെ ശക്തിയുള്ളതായിട്ട് ഒന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് പറയുന്നത്. എനിക്കത് വളരെ ഉള്ളിൽ കൊണ്ടു. ഹാ രാമ ഹാ മേ രഘുവംശനാഥ ജാതോസി മേ ത്വം പരത പരാത്മാ തഥാപി ദുഃഖം ന ജഹാതി മാം വൈ വിധിർബലീയാനിധി മേ മനീഷ എന്നെനിക്ക് മനസ്സിലായി. കാരണം ദൈവസങ്കല്പം മാത്രമേ നടക്കൂ. ഞാൻ പറയുമ്പോൾ ദുഃഖം എന്താന്ന് പോലെ അറിയാത്ത സച്ചിദാനന്ദൻ തന്നെ രൂപം കൊണ്ട ഒരു ഭഗവാന്റെ അമ്മയായിട്ട് എൻ്റെ മകനായി ജനിച്ചിട്ട് പോലും ഞാൻ ദുഃഖിക്കണു. അതാണ് ദൈവസങ്കല്പം. അത് നടന്നേ പറ്റൂ. സ ഏവം ഭരതോ വീക്ഷ്യ വിലപന്തിം ഭൃശം ശുച പാദൗ ഗൃഹീത്വാ പ്രാഹേദം ശൃണു മാതർവചോ മമ. ഏവം ഭൃശം ശുച വിലപന്തിം സഹ ഭരത വീക്ഷ്യ. ഇപ്രകാരം വല്ലാതെ ദുഃഖിക്കുന്ന ശുച അല്ലെ ദുഃഖം കൊണ്ട് വിലപന്തിം കരയുന്ന അവളെ മീൻസ് കൗസല്യയെ ഭരതൻ വീക്ഷിച്ചിട്ട്, അതായത് കണ്ടിട്ട് നോക്കിയിട്ട്, പാദവും ഗൃഹീത പാദം പിടിച്ചിട്ട് 2 പാദങ്ങളും കെട്ടിപ്പിടിച്ച് മാതഃ മമ വചഃ ശൃണു ഇദം പ്രാഹ, അമ്മേ എൻ്റെ ഈ വാക്കുകൾ കേൾക്കൂ എന്ന് പറഞ്ഞു. ദുഃഖം കൊണ്ട് ദുഃഖസമുദ്രത്തിൽ കടന്ന് വലഞ്ഞ് കരയുന്ന ഈ കൗസല്യെ കണ്ടിട്ട് കൗസല്യയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഭരതൻ പറഞ്ഞു, ഹേ അമ്മേ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 87 വായിച്ചിട്ട് പിന്നെ 3 ശ്ലോകം ഒന്നിച്ചാണ് 88, 89, 90 വായിക്കാം. സ ഏവം ഭരതോ വീക്ഷ്യ വിലപന്തിം ഭൃശം ശുച പാദൗ ഗൃഹീത്വാ പ്രാഹേദം ശൃണു മാതർവചോ മമ. എൻ്റെ വാക്ക് കേൾക്കൂ. 88 കൈകേയ്യ യൽകൃതം കർമ്മ രാമരാജ്യാഭിഷേചനെ അന്യദ്വാ യദി ജാനാമി സാ മയാ നോദിതായതി പാപം മേസ്തു തദാ മാതർ ബ്രഹ്മഹത്യാശതോദ്ഭവം ഹത്വാ വസിഷ്ഠം ഖൽഗേന അരുന്ധത്യാ സമന്വിതം ഭൂയാത്തത്പാപമഖിലം മമ ജാനാമി യദ്യഹം ഇത്യേവം ശപഥം കൃത്വാ രുരോധ ഭരതസ്തദാ. കരഞ്ഞും കൊണ്ടാണ് കേട്ടോ ഭരതൻ പറയണേ. രാമരാജ്യാഭിഷേചനെ, രാമൻ്റെ യുവരാജാവായിട്ടുള്ള അഭിഷേകത്തിൽ അന്യദ്വാ മറ്റേതെങ്കിലും ആവട്ടെ കൈകേയ്യ യൽ കൃതം, കൈകേയി ചെയ്തില്ലേ ഇപ്പോൾ ഈ പ്രവൃത്തി, അഹം ജാനാമി യതി ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, മയാസ നോദിതോ യതി ഞാൻ അവളെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം. ഞാൻ അറിഞ്ഞു എങ്കിൽ മീൻസ് ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നാൽ പ്രേരിപ്പിക്കപ്പെട്ടു കൈകേയി എങ്കിൽ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ
അല്ല എന്ന് പറയാണ്. എന്നാൽ പ്രേരിക്കപ്പെട്ടുവെങ്കിൽ തഥാ അപ്പോൾ മാതഹ ഹേ അമ്മേ ബ്രഹ്മഹത്യാ ചതോദ്ഭവം പാപം 100 ബ്രഹ്മഹത്യയിൽ നിന്നുള്ള ആ പാപം മേ അസ്തു എനിക്കുണ്ടാവട്ടെ. ഞാൻ മനസാ വാച കർമ്മണ അറിഞ്ഞിട്ടില്ല അമ്മയെന്ന് അമ്മയെ ബോധ്യപ്പെടുത്തണം. അമ്മേ, ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടാണെങ്കിൽ എൻ്റെ വാക്ക് കേട്ടിട്ടാണ് എൻ്റെ അമ്മ ഇത് ചെയ്തതെങ്കിൽ എനിക്ക് 100 ബ്രഹ്മഹത്യ ചെയ്ത പാപം ഉണ്ടാവട്ടെ. അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടല്ല അമ്മ ചെയ്തതെന്ന് പറയാണ്. അതാണ് പറയാൻ നോക്കണത്. പക്ഷെ പറയുകയാണ്, ഞാൻ അങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 100 ബ്രഹ്മഹത്യ പാപം കൊണ്ട് ഞാൻ വലയട്ടെ. പിന്നെ എന്താണ്? അരുന്ധത്യ സമന്വിതം വസിഷ്ഠം ഖൽഗ്യന ഹത്വ. അരുന്ധതിയോടുകൂടിയ വസിഷ്ഠനെ, ഇപ്പോൾ വസിഷ്ഠൻ ഇവരുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗുരുവാണ്. വസിഷ്ഠനെ അരുന്ധതിയോട് കൂടി ഇരിക്കുമ്പോൾ കൊന്നാൽ ഉള്ള കൊന്നു സ്വന്തം ഗുരുവിനെ, അരുന്ധതിയോട് ഇരിക്കുന്ന പത്നിയോടുകൂടി ഇരിക്കുന്ന ഗുരുവിനെ കൊന്നാൽ എത്ര പാപം കിട്ടും? അഖിലം തത് പാപം, ആ സർവപാപവും യതി അഹം, ആ സർവപാപവും എനിക്കുണ്ടാവട്ടെ. യതി അഹം ജാനാമി, ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ ഭൂയാൽ എനിക്കുണ്ടാകട്ടെ. ഞാൻ അറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചതെങ്കിൽ 100 ബ്രഹ്മഹത്യാപാപത്തിൻ്റെ പാപവും സ്വന്തം ഗുരുവായിട്ടുള്ള വസിഷ്ഠനെ അരുന്ധതിയോടുകൂടി ഇരിക്കുമ്പോൾ കൊന്ന പാപവും ഒക്കെ എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ഞാനല്ല എന്ന് പറയാണ്. ഇതി ഏവം ശപഥം കൃത്വ എന്ന് ശപഥം ചെയ്തിട്ട് തഥാ ഭരത രുരോധ, കരഞ്ഞു. എന്താ പറഞ്ഞ? രാമനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ കൈകേയി ഇപ്പം ചെയ്ത കാര്യങ്ങളുണ്ടല്ലോ, അത് എൻ്റെ അറിവോടുകൂടിയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടോ ആണ് എൻ്റെ അമ്മ ചെയ്തിട്ടുള്ളതെങ്കിൽ 100 ബ്രാഹ്മണരെ വധിച്ചാലുണ്ടാകുന്ന പാപം എന്നെ ബാധിക്കട്ടെ. മാത്രമല്ല, ഞങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള ഗുരു വസിഷ്ഠരെയും ഭാര്യയായ അരുന്ധതി ദേവിയും വാളുകൊണ്ട് വെട്ടിക്കൊന്നാൽ എത്ര പാപം ഉണ്ടാവും? ആ പാപം എനിക്കുണ്ടാവട്ടെ. അമ്മേ, എൻ്റെ അറിവോടുകൂടി ഇക്കാര്യം നടന്നു വെച്ചാൽ എന്നെ ഈ എല്ലാ പാപങ്ങളും ബാധിച്ചോട്ടെ എന്നതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഞാനത് അറിഞ്ഞിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തണം കേട്ടോ. അങ്ങനെ ശപഥം ചെയ്തു ഭരതൻ. അത്ര ദുഃഖമായി. കൈകേയ്യായൽകൃതം കർമ്മ രാമരാജ്യാഭിഷേചനെ അന്യദ്വായതി ജാനാമി സാ മയാ നോദിതായതി പാപം മേസ്തു തദാ മാതർബ്രഹ്മഹത്യാ ശതോദ്ഭവം ഹത്വാ വസിഷ്ഠം ഖൽഗേന അരുന്ധത്യാ സമന്വിതം ഭൂയാത്തൽപാപമഖിലം മമ ജാനാമി യദ്യഹം ഇത്യേവം ശപഥം കൃത്വാ രുരോധ ഭരതസ്തദാ. പാവം. ഇനി 91, 92. കൗസല്യ തമഥാലിംഗ്യ പുത്ര ജാനാമി മാ ശുച ഏതസ്മിന്നന്തരേ ശ്രുത്വാ ഭരതസ്യ സമാഗമം വസിഷ്ഠോ മന്ത്രിഭിः സാർദ്ധം പ്രയയൗ രാജമന്ദിരം ദുരുദന്തം ഭരതം ദൃഷ്ട്വാ വസിഷ്ഠ പ്രാഹസാദരം. കൗസല്യ അഥാത്തം ആലിംഗ്യ. കൗസല്യ അതിനുശേഷം ഭരതനെ ആലിംഗനം ചെയ്തിട്ട് പുത്ര ജാനാമി മാശുച, പുത്ര എല്ലാം ഞാൻ അറിയുന്നുണ്ട്, നീ അറിഞ്ഞിട്ടൊന്നുമില്ല എന്ന് എനിക്കറിയാമെന്ന് പറയണം. നീ കാരണമല്ല എന്ന് എനിക്കറിയാം. നീ ദുഃഖിക്കേണ്ട. മാ ശുചഹ, മാ ശുച പറഞ്ഞു, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട. ഏതസ്മിൻ അന്തരെ, ഈ അവസരത്തിൽ ഭരതസ് സമാഗമം ശ്രുത്വ, ഭരതൻ വന്നു എന്ന് കേട്ടിട്ടേ, അതായത് കൈകേയിയോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൈകേയി പറഞ്ഞു, വേഗം ആലിംഗനം ചെയ്തു ഭരതൻ. എന്നിട്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് ദുഃഖിക്കണ്ട, നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നും നീ അങ്ങേയറ്റം ഇന്നസെൻ്റാണ്, പരിശുദ്ധനാണെന്നും എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഭരതൻ വന്നു എന്ന് കേട്ടിട്ട്, ഭരതൻ സമാഗമം ശ്രുത്വ, ഭരതൻ ഇവിടെ വന്നു എന്ന് അറിഞ്ഞിട്ട് വസിഷ്ഠർ മന്ത്രിഭി സാർദ്ധം, മന്ത്രിമാരോട് കൂടി രാജമന്ദിരം പ്രയൗ, രാജമന്ദിരത്തിലേക്ക് വന്നു. രുദന്തം ഭരതം ദൃഷ്ട്വ, കരയുന്ന ഭരതനെ കണ്ടിട്ട് ഇപ്രകാരം പറഞ്ഞു. പ്രാഹ, സാദരം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താണെന്നോ, ഇങ്ങനെ നിൻ്റെ പരിശുദ്ധിയൊക്കെ എനിക്കറിയാമെന്ന് കൗസല്യ പറഞ്ഞു. അപ്പോഴേക്കും ഭരതൻ വന്ന വിവരം അറിഞ്ഞ വസിഷ്ഠൻ മന്ത്രിമാരോടുകൂടി രാജധാനിയിലേക്ക് വന്നു. ഭരതൻ കരയുന്നത് കണ്ടപ്പോൾ വളരെയധികം വാത്സല്യത്തോടും ബഹുമാനത്തോടും കൂടി വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു എന്നാണ്. ഇനി വസിഷ്ഠൻ പറയണതാണ് കേട്ടോ.
അപ്പം 91 92 വായിച്ച് 93 94 വായിക്കാം. കൗസല്യാതമഥാലിംഗ്യ പുത്രജാനാമി മാ ശുചഃ ഏതസ്മിന്നന്തരേ ശ്രുത്വാ ഭരതസ്യ സമാഗമം വസിഷ്ഠോ മന്ത്രിഭിः സാർദ്ധം പ്രയൗ രാജമന്ദിരം രുദന്തം ഭരതം ദൃഷ്ട്വാ വസിഷ്ഠഃ പ്രാഹ സാദരം. വൃദ്ധോ രാജാ ദശരഥോ ജ്ഞാനി സത്യപരാക്രമ ഭുക്ത്വാ മർത്യസുഖം സർവമിഷ്ട്വാ വിപുലദക്ഷിണൈഃ അശ്വമേധാദിഭിർയജ്ഞൈർലബ്ധ്വാ രാമം സുതം ഹരിം അന്തേ ജഗാമ ത്രിദിവം ദേവേന്ദ്രാർത്ഥാസനം പ്രഭു. എന്താ പറയണ? രാജ ദശരഥ വൃദ്ധ ജ്ഞാനി സത്യപരാക്രമ. രാജാവായ ദശരഥൻ വൃദ്ധനും ജ്ഞാനിയും സത്യപരാക്രമനുമാകുന്നു. മർത്യ സുഖം സർവം ഭുക്ത്വ, അതായത് ഒരു മർത്യന് കിട്ടാവുന്ന സുഖം മുഴുവൻ അനുഭവിച്ചിട്ട്, വിപുലദക്ഷിണൈഹി അശ്വമേധാദിഭിഹി യജ്ഞൈഹി ഇഷ്ട്വ, ധാരാളം ദാനധർമ്മങ്ങളോടു കൂടിയ അശ്വമേധം മുതലായ യാഗങ്ങൾ കൊണ്ടൊക്കെ ഭഗവാനെ ആരാധിച്ചതിന് ശേഷം പ്രഭു, അതായത് ദശമഹാരാജാവ്, അന്തേ അവസാനത്തിൽ ദേവേന്ദ്രാർത്ഥാസനം ത്രിദിവം ജഗാമ, ദേവേന്ദ്രൻ്റെ പകുതി സിംഹാസനത്തോടു കൂടിയ സ്വർഗലോകത്തെ പ്രാപിച്ചു. അതായത് ദേവേന്ദ്രൻ്റെ പകുതി സിംഹാസനത്തിലിരിക്കാൻ അർഹതയുള്ള അത്ര മാഹാത്മ്യത്തോടു കൂടിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോയതാ പറയുകയാണ്. എന്താ അറിയോ? ജ്ഞാനിയും സത്യസന്ധനും ആയിട്ടുള്ള ദശരഥ മഹാരാജാവ് വൃദ്ധനായിട്ടാണ് മരിച്ചത്. അദ്ദേഹം ഈ ഒരു മനുഷ്യായസിൽ അനുഭവിക്കേണ്ട എല്ലാ ആനന്ദങ്ങളും അനുഭവിച്ചു. ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്ത് അശ്വമേധാദി യാഗങ്ങൾ ചെയ്ത് ഭഗവാനെ വേണ്ട പോലെ ആരാധിച്ചു. അതിൻ്റെ ഫലമായിട്ട് മഹാവിഷ്ണു എന്നെ പുത്രനായി അവതരിക്കാനുള്ള ഭാഗ്യമുണ്ടായി. എന്നിട്ട് പിന്നെ അന്ത്യത്തിൽ, അതായത് ശരീരം വിട്ടുപോകേണ്ട സമയത്ത് സ്വർഗത്തിലേക്ക് പോയി. ദേവേന്ദ്രൻ്റെ അർത്ഥാസനത്തിന് അവകാശിയായിട്ടാണ് ഇപ്പോൾ സ്വർഗത്തിലിരിക്കണം. ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിലെ പകുതി ഭാഗത്തിരിക്കാനുള്ള, അതായത് ദേവേന്ദ്രന് അത്ര കേമായിട്ടുള്ള ഒരു അത്ര മഹാത്മ്യത്തോടു കൂടിയാണ് അപ്പോൾ സ്വർഗത്തിൽ ഇരിക്കണം എന്ന് പറയുകയാണ്. അതായത് ഭരതൻ്റെ വിഷമം മാറ്റി വെച്ചിട്ടാണ്. അതായത് വളരെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടായി എന്ന് പറയാം ദശരഥനെ. അതായത് സാധാരണ ഒരു രാജാവിന് വേണ്ട എല്ലാ സുഖങ്ങളും അനുഭവിച്ചു. അവസാനം വേണ്ട യാഗങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഭഗവാനെ വേണ്ട പോലെ ആരാധിക്കാൻ സാധിച്ചു. മകൻ തന്നെ, വിഷ്ണു ഭഗവാൻ തന്നെ മകനായി അവതരിച്ചു. ആ ചെയ്ത പുണ്യകർമ്മങ്ങൾ കൊണ്ട് ഇപ്പോൾ സുഖമായി സ്വർഗത്തിൽ ദേവേന്ദ്രൻ്റെ അതേ അവസ്ഥയിലാണ് ഇരിക്കണ പറയുകയാണ്. ഇനി 93 94 വായിച്ച് 95 വായിക്കാം. വൃദ്ധോ രാജാ ദശരഥോ ജ്ഞാനി സത്യപരാക്രമ ഭുക്ത്വാ മർത്യസുഖം സർവമിഷ്ട്വാ വിപുലദക്ഷിണൈഃ അശ്വമേധാദിഭിർയജ്ഞൈർലബ്ധ്വാ രാമം സുതം ഹരിം അന്തേ ജഗാമ ത്രിദിവം ദേവേന്ദ്രാർത്ഥാസനം പ്രഭുഃ. തം ശോചസി വൃഥൈവ ത്വമശോച്യം മോക്ഷഭാജനം ആത്മാ നിത്യോ വ്യയശുദ്ധോ ജന്മനാശാദിവർജിത. അശോച്യം മോക്ഷഭാജനം തം, നീയെ ദുഃഖിക്കപ്പെടാൻ അർഹനല്ല, മോക്ഷത്തിന് അർഹനാണ് അവനെക്കുറിച്ച്. അതായത് മോക്ഷം തന്നെ ലഭിക്കാൻ, ദുർഗം ലഭിച്ച അച്ഛനെ കുറിച്ച് നീയെ ശോചിക്കാൻ അർഹനല്ല, ദുഃഖിക്കാൻ അർഹനല്ല. വൃഥായേവ ത്വം ശോചസി, നിൻ്റെ ഈ ദുഃഖം അനാവശ്യമാണ്. ആത്മാ നിത്യ അവ്യയ, ആത്മാവ് നിത്യനും അവ്യയനും ശുദ്ധ ജന്മനാശാദിവർജിത. അല്ലേ? ആത്മാവ് നിത്യനാണ്, ഒരിക്കലും ക്ഷയമില്ല. പിന്നെയോ ജനന മരണാദികളൊന്നുമില്ല ആത്മാവിനെന്ന് പറയുകയാണ്. എന്താ പറയണ വെച്ചാൽ, ദശരഥൻ പരമാനന്ദ സ്വരൂപമായ മോക്ഷത്തെയാണ് പ്രാപിച്ചിരിക്കണം. മകൻ വിഷ്ണു ഭഗവാൻ മകനായി ജനിച്ചു. പിന്നെ എന്താ വേണ്ടത്? അപ്പോൾ പരമാനന്ദ സ്വരൂപമായിട്ട് മോക്ഷത്തെ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് നീയ് ആ രാജാവിനെക്കുറിച്ച് ദുഃഖിക്കാൻ അർഹനല്ല, ദുഃഖിക്കണ്ട. നിൻ്റെ ദുഃഖം വ്യർത്ഥാണ്. മറ്റൊരു വിധത്തിൽ മാത്രമല്ല, അത് ദശരഥൻ ദേഹമായിരുന്നില്ല, ആത്മാവല്ലേ. ആ എല്ലാവരുടെ ഉള്ളിലും
ആ പരമാത്മാവല്ലേ ഇരിക്കണത്. അപ്പോൾ ശരീരമായിട്ട് കാണണ്ട നിൻ്റെ അച്ഛനെ. ആ ആത്മാവ് നിത്യനും നിർവികാരനും ഇതിനോടൊന്നും ബന്ധമില്ലാത്തതും ശുദ്ധനും ജനന മരണാദികളൊന്നും ഇല്ലാത്തവനുമാണ് ആ ദശരഥൻ എന്നുള്ള ശരീരം. നീ നോക്കണ്ട, അതിൻ്റെ ഉള്ള ആത്മാവ് ദശരഥൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ആ ആത്മാവാണ്. അത് നിത്യനാണ്, അവ്യയനാണ് അല്ലേ, പറഞ്ഞില്ലേ? ജന്മനാശാദിവർജിത, ജനന മരണ അതികളൊന്നുമില്ല. അതിനാൽ ആത്മാവിനെക്കുറിച്ച് ദുഃഖിക്കാൻ നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് 96 എന്തായാലും ചെയ്യാം. തം ശോചസി വൃഥൈത്വം അശോച്യം മോക്ഷഭാജനം ആത്മാ നിത്യോവ്യയശുദ്ധോ ജന്മനാശാദിവർജിത. ഗീതയിൽ പറയണത് തന്നെ അല്ലേ, ആത്മാവ് അതന്നെയാണല്ലോ പറഞ്ഞത്. ശരീരം ജഡമത്യർത്ഥം അപവിത്രം വിനശ്വരം വിചാര്യമാണേ ശോകസ്യ നാവകാശ കഥഞ്ചന. എന്താണ് ശരീരം? ദേഹം അത്യർത്ഥം ജഡം. ദേഹം ജഡാണ്, ചൈതന്യമില്ല. ചൈതന്യം, ആ ചൈതന്യമാണ് നമ്മളെ ശരിക്കും പറയാച്ചാൽ നമ്മളെന്ന് പറഞ്ഞാൽ ആ ചൈതന്യമാണ്. ആ ചൈതന്യം മൂടപ്പെട്ടൊരു ജഡ ശരീരമാണത്. ആ ചൈതന്യം പോയാൽ ഒരിളക്കമില്ല, വെറും ജഡം അല്ലേ. അതാണ് പറഞ്ഞത് അത്യർത്ഥം ജഡം. ഏറ്റവും ചൈതന്യം ഇല്ലാത്തതാണ്, ജഡാണ് ശരീരേ. അപവിത്രം, അശുദ്ധാണ്. എന്തൊരു ചണ്ടിയാണ്. ഒരു നേരം കുളിച്ചില്ലെങ്കിൽ എത്ര ചണ്ടിത്തല്ലേ നമുക്ക്. വിനശ്വരം, നശിക്കും, എന്തായാലും നശിക്കും ദേഹം. വിചാര്യമാണ്. അതൊക്കെ നീ ആലോചിച്ച് നോക്കുമ്പോൾ ശോകസ്യ കഥം ചെന്ന അവകാശം, ദുഃഖത്തിനൊരവകാശമില്ല. അപ്പം നല്ല വേദാന്തം പറയാണ്, ദേഹം വെറും ജഡാണ്. ആ ചൈതന്യം ഇല്ലെങ്കിൽ വെറും ജഡം. നമ്മളെ മലമൂത്ര മാംസാദി കൊണ്ട് അങ്ങേയറ്റം അശുദ്ധവും എല്ലാ നിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഈ ദേഹത്തിനെ നീ എത്ര അത് അനിത്യമാണെന്ന് ആലോചിച്ചിട്ട് നിനക്ക് ആലോചിക്കണം. ആത്മാവ് നിത്യമാണെന്നും ആലോചിച്ച് നിനക്ക് ദുഃഖത്തിൻ്റെ ആവശ്യമേ ഇല്ല എന്ന് പറയാണ്. വെറും വേദാന്തം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ശരീരം ജഡം അത്യർത്ഥം അപവിത്രം വിനശ്വരം വിചാര്യമാണേ ശോകസ്യ നാവകാശ കഥം ജന. 97 കൂടി ചേർന്ന് നിർത്താം. പിതാവാ തനയോ വാപി യതി മൃത്യുവശം ഗത മൂഢാസ്തമനുശോചന്തി സ്വാത്മതാടനപൂർവകം. വസിഷ്ഠൻ പിന്നെ എത്ര ഒരു ജ്ഞാനിയാണ്. യോഗവാസിഷ്ഠം ശ്രീരാമന് ഉപദേശിച്ച ആളല്ലേ, ഭഗവാനെ പോലത്തെ ജ്ഞാനിയാണല്ലോ. പിതാവോ തനയഹ വാപി, മകനോ മൃത്യുവശം ഗതഃ യതി, മരിച്ചെങ്കിൽ, മൃത്യുവശം ഗത മീൻസ് യമലോകത്തിലേക്ക് പോയെങ്കിൽ, മൂഢ വിചാരശക്തി ഇല്ലാത്തവൻ, അതായത് വിവേകമില്ലാത്തവര്, സ്വാത്മതാടനപൂർവകം സ്വന്തം ശരീരത്തിൽ അടിച്ചിട്ടൊക്കെ അനുശോചന്തി, അതൊക്കെ ഈ അവിവേകികളെ ചെയ്യുള്ളൂ. ഈ ജഡമായ ശരീരം നശിക്കുമ്പോൾ മാറത്തടിച്ച് കരയുക, അതൊക്കെ വെറും അവിവേകികൾ ചെയ്യണതാണ്. സ്വന്തം അച്ഛനോ മകനോ ഒക്കെ മരിക്കുമ്പോൾ വിവേകമില്ലാത്ത മൂഢജനങ്ങളാണ് മാറത്തടിച്ചും കൊണ്ട് അവരെ പറ്റി ദുഃഖിച്ച് കരയൊക്കെ ചെയ്യുക. അല്ലാണ്ട് വിവേകമുള്ളവർ കരയില്ല. കാരണം ശരീരം നശിക്കാനുള്ളതാണ്. ജനിച്ചു, വളർന്നു, നശിച്ചു, അതറിയണം എന്ന് പറയണം. ഇനി നമുക്ക് ഇവിടെ നിർത്താം ഇപ്പോൾ ഇന്ന്. അതായത് 97 വായിച്ചിട്ട് വയ്ക്കാം. 97 വായിച്ചിട്ട് നമുക്ക് ഇന്നിവിടെ നിർത്താം. പിതാവാ തനയോ വാബി യതി മൃത്യുവശം ഗത മൂഢാസ്തമനുശോചന്തി സ്വാത്മതാടനപൂർവകം. മകൻ മരിച്ചു, അച്ഛൻ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മാറത്തടിച്ച് കരയണവരൊക്കെ മൂഢന്മാരാണ്. അവർക്ക് ഈ ശരീരം എത്ര ജഡമാണ്, അചേതനാണെന്ന് ആലോചിക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ നിർത്താം കേട്ടോ. അതായത് ഭരതനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നെ അല്ലാത്തപ്പോൾ ഒരു സമാധാനിപ്പിക്കാൻ വിഷമല്ലേ ഇപ്പോൾ. അപ്പോൾ നല്ല വേദാന്തം പറഞ്ഞിട്ട് പിന്നെ അതിനെ നല്ലോണം ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വസിഷ്ഠൻ. അപ്പോൾ നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.